ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവ
ദൈവമാണെന്നേകയാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം.
സ്വത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും? Praise the Lord. നമ്മൾ സർവീസ് ആരംഭിക്കുകയാണ്. ഈ സർവീസിൻ്റെ ഇടയിൽ വ്യൂയിങ്ങിനുള്ള സമയം ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ സർവീസ് ഏറ്റവും വേഗം അവസാനിപ്പിച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ വ്യൂയിങ്ങിന് സമയം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായി ആ സമയം ആരെയും വോളണ്ടിയേഴ്സിൻ്റെ അഷേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ സമയത്ത് ആരെയും വ്യൂയിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വിടരുതെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാം ഹല്ലേലൂയ സ്തോത്രം. കൂടാരമാകുന്ന ഭൗമഭവനം വിട്ട് ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുമ്പോൾ, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോയി അമർത്യത പ്രാപിച്ച് കർത്താവിനോടുകൂടി എപ്പോഴും വസിപ്പാൻ നമ്മെ വിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിന് സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മോളി ആൻറ്റിയുടെ ഭൗതികമാകുന്ന ശരീരം പൂഴി കൊണ്ടായിരുന്നതുപോലെ പൂഴിയിലേക്ക് മടങ്ങിച്ചേരുമെന്നുള്ള ദൈവവചനത്തിൻ്റെ നിവൃത്തീകരണത്തിനായിട്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും പൂഴിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവസന്നിധിയിലുള്ള പ്രത്യാശയും വിശ്വാസവും ഉറപ്പിക്കുന്നതായ പാട്ടുകളും ദൈവവചന ധ്യാന ചിന്തകളും ഈ വാത്സല്യ സഹോദരി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തനിക്ക് കൊടുത്ത ജീവിതകാലം കഴിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായ ഈ വാത്സല്യ സഹോദരിയോടുള്ള സ്നേഹനിർഭരമായ എല്ലാ ഹല്ലേലൂയ സ്തോത്രം അവരോട് കാണിച്ച എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നല്ല വാക്കുകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങൾക്ക് നന്ദി കരേറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആശ്വാസനും നാം തന്നെ ആശ്വാസം കൊള്ളുവാൻ തക്കവണ്ണവും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മുറിയിൽ 50 പേരുടേതായ ഒരു റെസ്ട്രിക്ഷനാണ് ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ സർവീസ് തീരുന്നവരെയും അത് കീപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ഉത്സാഹിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവ് പാസ്റ്റർ കുര്യൻ ടി മാത്യു മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് പ്രത്യാശയുടെ ഒരു പാട്ട് പാടിയതിനു ശേഷം മാത്യു കുച്ചുമൻ മുമ്പോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിക്കുന്നത്. പ്രാർത്ഥിക്കും. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുന്ന് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് മർത്യനെ പൊടിയിലേക്ക് തിരികെ ചേരുമാറാക്കുന്നു. എങ്കിലും മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുന്ന ഒരു ദിനവുമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെ സങ്കടത്തിൻ്റെ വേർപാടിൻ്റെ തീവ്രമായ വേദനയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രിസ്തീയ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാവിലെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ, സഭാംഗങ്ങൾ, സ്നേഹിതർ, മിത്രങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്റെ ദാസി ഞങ്ങളുടെ പ്രിയ സഹോദരി മോളിയമ്മാമയ്ക്ക് ഈ ഭൂമിയിലുള്ള അവസാന യാത്ര ചോദിക്കുന്നതിനും പറയുന്നതിനുമായി യാത്ര അയക്കുന്നതിനു വേണ്ടി ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ മൺമയമായ കൂടാരം പൊളിഞ്ഞുപോയാൽ നിത്യമായ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൈപ്പണിയായി
ഞങ്ങൾക്ക് വേണ്ടി തീർക്കപ്പെട്ട വലിയ ഒരു സൗധത്തിലേക്ക് ഞങ്ങൾക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. നിന്റെ ദാസിക്കുള്ള ദിവസം എത്തിയപ്പോൾ തിരുമേനി അവിടുത്തെ ഹിതപ്രകാരം നിന്റെ ദാസിയെ വിളിച്ച് അക്കരയ്ക്ക് ചേർത്തതോർത്തും ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. കർത്താവേ, കഴിഞ്ഞ 68 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം തലമുറയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളരുവാൻ തക്കവണ്ണം നല്ല പശ്ചാത്തലങ്ങളെ ദൈവം നൽകി. കർത്താവേ, അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. നിന്റെ ദാസൻ കമലാക്ഷനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖത്തിന്റെ അവസരത്തിൽ സർവബുദ്ധിയെയും കവിയുന്നതായ ദിവ്യ സമാധാനം കൊണ്ട് നിന്റെ ദാസനെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ തിരുവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർ കൊടുത്ത മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്മിതയ്ക്കും ലീസയ്ക്കായിട്ടും എലീസയ്ക്കായിട്ടും അവരുടെ കൊച്ചുമക്കൾക്കായിട്ടും ഒക്കെയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സഹോദര കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഭാ ജനങ്ങളെ ഓർക്കുന്നു. കർത്താവേ, എല്ലാവരുടെയും ഹൃദയത്തില് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ആ നിത്യവുമായ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ ശുശ്രൂഷകളെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഏർപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസന്മാരെ നീ ശക്തീകരിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് ഈ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളും വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കളായ വിശുദ്ധന്മാരോട് ഒത്ത് നിന്റെ ദാസിയെ വീണ്ടും കാണും, എന്നേക്കും അങ്ങയോട് കൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും സ്തോത്രം ചെയ്ത് ഈ രാവിലെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ ദൈവത്തിന്റെ കരങ്ങളിൽ തരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യത്തിന്റെ ഇരിക്കാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയും വിനയുമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. Oh,
Praise the Lord. My name is Matthew Kochman. Those who know me call me Vijay. We've been very close. If I stand here and talk about Molly Andy, there won't be enough time. So, let's pray. Heavenly Father, we thank you for giving us this opportunity to come and reflect on, really look at our life and the frailty of life this morning. We are here with mixed emotions, but you know each one of our heart. Console us the way that each heart requires, and you are the only one who knows how to do that. Human beings cannot do that. We don't know how to do it. We submit the rest of the service in your hands. Submit myself into your hands. In Jesus' precious name, I pray. So, I'm not completely recovered from the jolt that I received from the news on Tuesday morning, and I'm sure many of you are in the same boat. My assignment today is to share, read from the Psalm, share a little thought, and on this occasion of not saying goodbye, but to say so long to Molly. Psalm 116:5 says, "The death of his servant is precious in the sight of the Lord." So this is very precious occasion for him. So it should be for us, right? So if you have your Bibles, please turn with me to Psalm 90. You can follow with me. I will read through it. Psalm 90, a prayer of Moses, the man of God. Lord, you have been our dwelling place throughout all generations. Before the mountains were born, or you brought forth the earth and the world, from everlasting to everlasting, you are God. You returned man back to dust, saying, "Return to dust, sons of men." For 1,000 years in your sight are like a day that has just gone by, or like a watch in the night. You sweep men away in the sleep of death. They are like the new grass of the morning. Though in the morning it springs up new, by evening it is dry and withered. We are consumed by your anger and terrified by your indignation. You have set our iniquities before you, our secret sins in the light of your presence. All our days pass away under your wrath. We finish our years with a mourn. The length of our days is 70 years or 80 if we have the strength. Yet their span is but trouble and sorrow. For they quickly pass and we fly away. Who knows the power of your anger? For your wrath is as great as the fear that is due you. Teach us to number our days aright, that we may gain a heart of wisdom. Relent, O Lord, how long will it be? Have compassion on your servants. Satisfy us in the morning with your unfailing love, that we may sing for joy and be glad all our days. Make us glad for as many days as you have afflicted us, for as many years as we have been unseen trouble. May your deeds be shown to your servants, your splendor to their children. May the favor of the Lord our God rest upon us. Establish the work of our hands for us. Yes, establish the work of our hands. This is a very simple psalm. There's nothing to be explained. Everything is plain simple English, language or language you like. It has three portions really, points about three things. The one thing is the eternal nature of God. It's everlasting to everlasting. Verse 1 and 2 says that. From 3 through 12, it talks about the frailty of human being. And the third section from 13 until the end
it's asking for Moses is asking for God's mercies. Moses knew a thing or two about death. He had over 6 million people led away from Egypt to Israel. And he has seen a generation perish in front of him. So if anybody knows about death, he is the one. He probably knew everyone by the names, in each one of them. So this occasion really is, we are remembering, again, it's an instance that telling you the frailty of human being. Yesterday, Lala Auntie was talking about, she said, in 2 seconds, I went upstairs, got the cell phone, came back, and nothing was there. So you know what our life is like. Our life is not more than 2 seconds. It's as short as 2 seconds. So think about, that's the only thing that we have to take away from that. Our life, how frail our life is. So then the question comes, who's in control? That's the first 2 verses stops. Who is the everlasting person who's control of everything? And the third one is asking mercy of God to say, God, give us the mercy that I may be part of your eternal plan. Each one of us has been given an opportunity to be part of that eternal life. So Molly and he put, if you put your trust in Jesus Christ, you have that assurance. Molly and he put her trust. The question is, how many of us put our trust in? So if you have that trust, you're going to have a meeting with Molly and Dee when our time is up. So that's all I wanted to say about the psalm. Now a few words of Kamalakshan family. As we heard testimonies after testimonies from Wednesday all the way until last night, Molly and Dee has, how Molly and Dee has touched each one of, not only the whole family has touched so many lives, so many families, helped so many people, and she herself has touched so many lives, regardless of the age, generational gaps and whatnot, communities, different type of peoples. She has touched everyone. Somebody always has something positive to say about her. Now, so for me, as I mentioned the other day about my testimony, I never walked away from a conversation with her without laughing. She had that closeness. Her way of conversation was so good that you know that you're talking to a person that is so closely. The way that she talked, she would come to me and ask, where's Jen? Where's Alex? I was like, she's like mom, my mom, kind of thing. And that there was a love connection there. And then if she cracks a joke or two and have that laugh. And that laugh is very special. And I know you know what you're talking about. The whole body expresses the joy that is within you, and then the sound comes out from wherever. It's like all kinds of stuff. Yesterday, a couple of days ago, Tessa was laughing like that. I'm like, really? So I just want to take this occasion to celebrate her. I want you to remember the life that she lived, the love, the life, and the help that she had for each and every single person in this sitting here or watching here. So I know the Kamalakshan family will always be a pillar to the church, the New York Pentecostal Assembly. They have a great heart for the Ebenezer Gospel Mission and mission work all over the world. They have visited them. Only herself visited many remote areas in India. And I know probably 300, 400 people from India, those who actually had conversation with her, probably watching this video. And they are all probably want to say the same thing. So we will sorely miss her. But let's look back at the lighter side of her happiness, the joy that she had shared with us.
will us walk away from this occasion to say, with an assurance that we will one day meet her. So on behalf of New York Pentecostal Assembly, New York, Staten Island, and on behalf of Ebenezer Gospel Mission, and all of the workers around the globe, and from my personal family, I express condolences to all of you, Kamalakshan, Smita Joan, Elsa, Consul, Lisa, all the little ones, Lily Andy, and all the family members, brothers, sisters, and friends that is gathered here. We express our condolences. May Almighty give us the peace. Thank you. Praise the Lord. Now this time, Smita, Lisa, and Elisa will come and say the eulogy. After that, there we will be singing a song. The Molly and last sang a song. We will sing that song, that time. Those who are outside may visit, pay their respect to viewing that time. Immediately that song finished, stop the viewing. Then Kamalakshan, Joe, and Gonza will come, say their reflection. I was thinking that you're gonna have to stand here for a little bit because I wrote an essay, and I said to myself, I stood up 2 days ago writing, and it ended up being 2 pages, and then Smita goes, "You can't be writing 2 pages." I said, "All right, listen, I'm hearing new stories, I gotta put it in. Maybe I'll cut down this and that." And what did I end up doing yesterday? Added another 3rd page. So you're gonna have to bear with me, and I went into my teacher mode, and I said, well, there are gonna be people that's not gonna understand me. There's gonna be Spanish speaking and my aunt and other people. So what did I start doing? I started Google translating everything, and I sat there going halfway and translating it, and I said to myself, I'm like, all right, you're being ridiculous. Somebody will sit there and translate. Let's just, you need to get sleep. And did I get sleep? No, I could not sleep 1 wink because I was anxious and nervous. Because I knew that this day would come and where I have to just say so long, right? First of all, my mom, if she ever found out that we're celebrating her, she would have a fit, because she was the type of person that she did not want anyone celebrating her for any of her birthdays or anniversaries. So she never told us when our parents' anniversary was. She would make up some fake date, and she's like, don't you dare or think about finding out when it is, or even giving us a surprise party, because I will not show up. That's the kind of person my mom was. So little does she know that we're having a celebration for her, and she cannot say anything because this is for her. And we're celebrating her life with everyone that she knew and that she loved and that she prayed for constantly. There was not one moment in her life that she didn't pray for. She prayed for her siblings the most. She had a burden for them, and she made sure that she was on her knees from morning, noon, even if the kids went crazy, to dusk. That was her job. Her death had a huge impact on all of us, and my sister, you know, if you know Smita, you know Smita. She hugged me, I know, when I went to sleep, and she also had some wise words and was really nurturing to me, because I've never seen the nurturing side of her. But she was really nurturing to me in those couple of nights, because I was uncontrollable to the point where I didn't want to be here. I wanted to be with my mom. Usually she's like, you need to get over it.
Like, she tells her kids, you need to get over it, you need to have a tough skin, and she's looking at me and she knows what I'm talking about. But she took her time to make me understand in such a gentle and motherly way that I was taken back. So both my sisters actually stepped up big time, because I don't think I gave them the grieving time, because I took up most of that time, because we all thought that she would be the one to break down, because we always call her sensitive. But you held your own. You really did. And it was hard. It was to the point where, like I said, I didn't want to be here. And everyone kept saying, you need to be strong for your kids. You need to be strong for your kids. You need to take care of your kids. At that point, I was just like, I'm not even thinking about my kids, because I lost my mom. Like, how could I think about anything else in this world when I lost my own mom? But this occasion also gave like a chance and an opportunity for our cousins to like get together last night. And we only get together like, you know, Thanksgiving, or like we'll try to do something for Christmas. But even Amachi was there yesterday, and all we could talk about like how my mom met my dad. My dad couldn't even finish the story because Amachi had to keep commenting every 5 seconds. But like, it gave us a chance to share our stories and laugh together. And I was thinking that it took this event for us to see what was important. And maybe that's why we need sometimes a reminder that someone's time is not meant to be taken for granted. These past few days have been the hardest, the darkest, and it's surreal for my family and myself. And it's been something like from the movies, and I kept telling everybody and myself that this doesn't happen to us. This is something from the movies, this is something that you see on Channel 5 or CNN or whatever it is, but this does not happen to us. We've never experienced an immediate family death, ever. And we never had to deal with that. We always went to other people's funerals, and we said our condolences to other people. But her death was tragic and undeserved, but I know my God had a different plan for her. No matter how I begged God to bring her back to life, and I promised that I would do anything He asked me to do if He could just bring my mom back. I prayed so hard in the ambulance and all the way to the hospital, but all I got, and I knew in my heart, was the bad news coming at me, and I couldn't see past what God had for her. I was being selfish because I wanted to be next to her at that moment. I kept staring at her and asking her to wake up, but she wasn't responding, and I kept opening her eyes and she wasn't responding. Everyone kept telling me that she was always, you know, she always said, I don't want to be hooked up to an IV, and I don't want to be in a rehab home. And we always joked around with her. We said, when you get old, we're going to put you in a rehab home and save you. And she goes, you better not, you know. And then she would say that we're going to get all those old patients after you, you know. And she goes like, my patients, I've treated them really well, so I know they would treat me well. But I think God honored her decision when her life was taken and she didn't feel anything. She didn't feel anything. But me being selfish, I asked God over and over to bring her back to life, because that's what I needed at that moment. And I didn't keep thinking that she would be raised up like Lazarus. And Luki kept saying, like, you know, we're gonna have the resurrection power. We're gonna have the resurrection power, but because that's how desperate I was to touch her, to feel her, and to love her again. And I was yearning to be in her arms, and I wouldn't have minded that she was going to be hooked up to an IV, because I was so selfish. Because that meant that I would see her every day, that I get to keep her well, and I get to take care of her. But I had to be reminded gently that it was her time to go and not face any more ailments. Shayna once reminded me that, you know, and put things into perspective for me, and I think that's what gave me peace. And this was someone else's death. She said that our life is temporary. Our life is temporary. That our goal in our life is to spend our eternity with God. So this is a temporary home for us. This is not a forever home. So if you think that you're going to be on this earth living millions and millions of years, that's not going to be the case.
So we're here on earth for a purpose, and we have to fulfill whatever the purpose is before our time is up. So after weeping uncontrollably that Wednesday night, Smith said something that hit me really hard, and I realized something that got me to think that I can face another day without her physically being here. She said that we are responsible to carry her work that she would like to continue, which meant was praying for salvation for the rest of my family, calling and visiting her friends and family, taking care of her garden at the new church, taking care of the kids. And if we don't carry those things out for her, then our purpose in life is not finished. And I want to finish the race. And I know my mom was competitive in everything after hearing everybody's story. And I was saying, like, this is where we got our rigor for beating everybody in every game or a race or something. But this time she beat us, and she's still the winner. So taking care of the kids was a joy for her, a blessing and a pain at the same time. And sometimes they were a handful, but if a day or two goes by and she didn't see them, she would call them to come over. And then she would get the joy to just feed them all day and cook for them. And she would chase them around until they were fed. And even if I fed my own kids, it was never enough because they would gain 10 pounds in one sitting. So she had to do that, and she was known for her cooking because she was with her grandmother and learned at a young age. And if anyone else brought food over to our house for whatever reason it was, we would know that it wasn't her cooking. We would know. I was like, this is not yours. It's like, yeah, but just eat it. So she was also a food snob, just like her. Whenever we go to people's houses or restaurants, she would carry little Tabasco sauce around because it was just never enough. And you know, if you knew my mom, she was all about the spice. She was all about the spice. She was very particular about eating out. She would think that everyone else's food was bland. Okay, I know I'm not supposed to say it, but she did. So that's why she carried hot sauce around. And I told my mom that we needed to write all the recipes down so we can pass it down from generation to generation. And she jokingly thought that I was predicting her demise. And that's another thing, like, I kept hearing, like, people telling me, like, oh, Molly Mama called me the day before, or she butt dialed me, and then I called her back, and then we talked about everything, and you know, she said that she was proud of people about their accomplishments, and oh, she came over my house, and all of this. Like, I don't think that any of this was a coincidence. I knew it was something that God had given her time to say her goodbyes to every single person. That Monday when I went over with the kids, I noticed there was something very different about her. It was like a deep sadness, and I didn't know what it was. I just thought that she was not feeling well, and she kept saying, like, oh, yeah, I'm just really tired. I didn't, you know, take anything like serious, so. But I didn't ask. She just said she was just tired. And then on Tuesday, she said she wasn't feeling well. And I just felt like she knew, but she didn't know that the days were coming to an end. And it's like God was planning for her to say goodbyes to everyone like she normally talked to. And she had said her goodbyes before she left us all. And we got to spend the whole day together. She fed Noah chore. And Noah loves to be fed. He doesn't like to eat on his own, but he loves to be fed. And that's what she got to do. She always made fried fish for him and fried plantains, like Ethika, and he would always say, it's Ethiopium, but you know, that was his way of saying it. She would always make vegetarian dish for Gonzo because he turned to the dark side, and she had food all times because she saw him wither away slowly, and she said, you need to feed him. So she would make him a separate meal every day, and she said, make sure you get that to him. And she made special soup for my cousin Nino after she gave birth. And I'm like, I didn't know that she did that for you. And how come she didn't tell me? Because I love that soup. And she said, that's only for, you know, when after birth. It's like, whatever. So she made special dishes for lots of people because she knew that would make them content. And she did not sit still unless it was for Judge Judy. And that's the only time, she told the kids, get off the TV because it's Judge Judy time. And she would make coffee for my dad after, after he came back from work. And if we tell something that we wanted, like an Indian snack, and she would make that the next day with Andy. She would sit there and make achapam and ethika and all those other things.
she would make and pack dinner for Smitha because she wakes up so early to go to work. Anytime her and I wanted something, she would make it right away. She was very thoughtful, and that's why they were constantly people coming in and out of the house these past 2 days. I used to get so annoyed when I was at her house. You know why? Because there were so many people calling the house. Most of them were scam-likely people, but there were people just calling, and I just got so annoyed. I'm like, but I never told her that because that was her house. And I was like, who's calling? And does this phone ever stop ringing? Right? And I understood why it rang every second besides, the scam likely. It's because she kept up with everyone and she was concerned about other people's well-being. I'm not great about keeping up with people, but that's the part of legacy that I have to continue. The part where she's praying 3 or 4 times a day, that's what I have to do. Her concerns for her siblings and their afterlife is what I have to continue. And that's not an easy task. And anyone who knew her mom knew that she was a tough cookie. She was definitely rough around the edges, just like we are. And she always questioned people about why they were late or why they didn't come to prayer. And we always had to remind her, those are not her kids, and she needs to mind her business. But she would always say, Money, that is my business. They are my family. And sometimes she had to be tamed, but that we knew that was our mom. And a couple of weeks ago, I yelled at her when we were at Walmart. There were these Guyanese or Indian family, and of course, what do Indian people have to do all the time? We have to stare at each other. Do I know you? And then she was walking along, and she was staring and staring. I had to grab her by the arm and I said, let's go, stop staring. And she goes, Money, why do you think I'm staring at them? I was just looking at the banana prices. But Kamal girls definitely had a different way of communicating with her. We were not the most gentle people with each other. Gonzo has definitely had to remind me that I need to take a chill pill and respond to my mom appropriately. And now I regret that I did it. And these past 2 fates, I felt guilty about the way I spoke to her because I had to be reminded that this was our way of communicating to her, but she knew that we still loved her. And one thing, or maybe a few things that got me annoyed about my mom is when I had to repeat stuff over and over again. Or if I had said things the day before and the next day, she would get upset at me because I went away and didn't tell her, but in fact, I really did. And then I realized I'm just like my mother. People have to repeat stuff over and over to me because I don't remember things. Or I can't hear, and I have to put on a good ear to the side, and I have to watch the mouth when people talk, but that's my mom. That's what I got from her. And people call me Dory, And people is Lisa and Ashley and Velvet, and they call me Dory. But as I looked around the house, I found her phone and her iPad, and in her phone there were pictures. And that night, like Tuesday, Wednesday, I went through all of her phone pictures and her iPad because I was desperate to see her face and I'm desperate to hear her voice. And I went over it again and I found a video. She was sitting in the morning and we couldn't see her face because most of her videos were like the Blair Witch Project videos. It was just all over the place. But this video was just off the carpet. And this was when Luke and people, before they went to school, there were kids running around. And she sang a song, which they're going to sing us. She sang a song and Malayalam song. At first I skipped the video because, I just wanted to see her face. But the second time when I went back, I listened to the song and I was like, what does this mean? So I sent it to Ashley and she got it translated into Manglish and it says, don't be tired, don't be crushed, my soul. The one who doesn't get tired is with you. And if it's Mara, the one who doesn't move away is with you. We are the children of the one who loves us more than a mother. Why all these worries? Why all these burdens? The one who's faithful is with us. Even though the earth and the sky moves, the one who doesn't move is with you. And he won't leave you alone anytime. He is with you always. And I don't think that I found this song by accident on her phone. I think God wanted me to find this and its meaning. And I know now that my mother wasn't alone. Even though she was worried about so many things, she knew that she had a faithful one that didn't move away from her. Even when she was taken from us, he didn't leave her. She was actually under his wings. Because that's what his promise was when she sang that song. That
that he won't leave her alone at any time. And he's with her always. And his faithfulness was her fortress over and over. And I conclude my words with that I'm glad that God sought her out before her parents conceived her. Because there are millions of people that don't know Christ. And I'm glad that my mom was sought out. And I'm glad that she was saved and born again. And when she came to this country, because then I wouldn't have known Christ and wouldn't have had hope or peace that she is with him. And I know that she's with God because she said that she was ready to see him. One day she told me, I'm ready. Are you ready? I said, I'm ready. Are you ready? But she had more confidence than I did when she said that. And then she gets to sing holy, holy, holy. And she gets to walk in the streets of the city made of pure gold. The gold that John saw in heaven was of such quality that it had to be transparent in order to reflect the pure light of God's blazing glory. And God's ability to purify is not confined to only gold. God has purified all who will enter his heaven through the blood of Jesus Christ. And if we confess our sins, he is faithful and just to forgive us our sins and purify us all from unrighteousness. And not only is God's holy city one of purity by his design, so are the citizens of that day. So it's not the things that are inside that are going to be purified. It's the people, the citizens of those. The people of the citizens are also going to be of that. Citizens of that city are also going to be purified. And my mom now is a citizen of that city. And until that day, we have to carry on and be faithful. And we're going to miss our mother and his wife dearly. I also wanted to just thank everyone that came and paid their respects. I'm not going to mention any names, but I will personally reach out to you guys when I have a chance. Thank you. So on that note, we're done. No one can top that. Mine's nowhere nearly that long or eloquent. Well, great minds think alike. I want to thank all of you for being here today, listening to everyone share memories of my mom. It was very touching, and also the confirmation of who I am today. My mom was such a food snob, just like she said, just like me. She was competitive, snarky, funny, and didn't like to waste food, right? You guys know that about me. So now you know, right? So that's where I got that from. She had an amazing heart. She was always hard on me because she wanted the best for me. It was something that I would get angry about. And I would always share that with my sisters. Why is she being like this? Why does she do this to me? Why only me? But now I know she just wanted the best for me. She wanted to know that if she left, will I be stable enough to be on my own? And she was just preparing me. I'm proud to have work ethic like her. I hope I can carry out her legacy of kindness, love, and compassion. After hearing everyone's story, the one thing that stood out was she put everything, everyone before herself. She retired to watch the kids. She dropped and picked the kids from school. She chased each one of them to feed them because they were running around like wild animals. She loved her grandkids more than her own kids sometimes. Because we know we got a lot of beatings when we were younger, but these kids, they got it good. She loved her grandkids. To hear that she was done and ready to go to heaven was heartbreaking. She felt like she was done with her work on her, but I wasn't ready to let her go. There was so much more that I wanted to show her. Now that's not possible. My last interaction with her was me being snippy with her over something so silly.
I told myself I would redo the front of our yard with her as she wanted that same day. And I can't help thinking, I planned that day, the same day that she passed. I said I was gonna go to Home Depot, wake up early in the morning, go get some topsoil and redo the yard with her, because she had so many different things going on, and tomato and basil and coriander all just mixed up, and she said she wanted to do something. I said, okay, let's do it. And we didn't say when, but that day, I got up and, I said, okay, all right, she's cooking, okay, let me just help her with cooking, and then maybe later I'll go. But then we sat down to eat, and that's when we got that call from my aunt. She was frantic on the phone, and all I could imagine and pray was that my mom would be okay. And when we got there, I cannot get that image out of my mind of my mom laying on that street. I cannot. And I pray that God would give me the strength to come to some kind of peace, that she wasn't suffering. I pray to God that she wasn't hurt where she felt the pain. But I know that she's with God right now, watching over us. I know that's one thing that my sister mentioned. The one thing she didn't want, like she said, was to suffer or be in pain. And I think, like she said, God honored her request. I will never understand why it happened the way it did, but I know she's with God. She's looking down and probably thinking her hair and her makeup is not the way she wanted. And I said to my sisters, I said, oh my God, she has nail polish on. That's something she would want, but I was like, wait till I see her in heaven, I'm gonna yell at her. I said, one thing I've learned is that not to hold on to grudges and move past the anger, resistance, and forgive. If my mom was here, I would say sorry that I didn't come over as much on my days off. Sorry, I didn't give you an opportunity to see and love my future kids. You are my best friend, and I love you so much. And one verse that I want to read is Ecclesiastic, chapter 3, 1-4. There is a time for everything, and a season for every activity under the heavens. A time to be born and a time to die. A time to plant and a time to uproot. A time to tear down, and a time to build. A time to weep and a time to laugh. A time to mourn and a time to dance. So this is our time to dance up in heaven. So I ask that you would continue to keep us in prayers, especially my dad. He lost his best friend. He lost the love of his life. But he knows that she's in good hands with God. It's terrible to be the last person to top all of this. Good morning. It is indeed a good morning, despite the circumstances of why we're here. I'm Smith, I'm the oldest. I'm also the favorite. That's all you guys say. Thank you all for coming here to honor the memory of my mother. Mommy, after hearing everything, Mommy was everything and more. When I reflect back to all the things that she did and went through, I realized that she has shaped me to be who I am today. We run away as a girl. We always say, I don't want to be like my mother, because we always think, all the negative things. My sisters always say, oh, you're just like Mommy. It just meant that I was stern and didn't show emotions, and just very strict about certain things.
you know, and with everyone's condolences and everyone's memories, you know, people said she was such a quick person, you know, anything that she did, she was quick. And I'm like, I'm quick. You know, my coworkers actually complain that you're too fast, you're making us look bad. You know, and then my family calls me Smitty Gonzalez. I got that from her. We heard that she was tomboyish yesterday. She wanted to drive buses and trucks. I hate driving, but I do like climbing and jumping off of high things, you know? I got that adventurous spirit from her. We all agree that my mom was a food snob. We never told anyone. So am I. You know, when they were doing their speeches, we didn't compare notes. We all sang the same thing. You know, my mom would put her foot in her mouth all the time. I would cringe sometimes, like, oh my God. And she wasn't very PC about things. She would just say random things to people, and I'm like, that's none of your business. But I think I do the same thing until my dad's genes of quietness comes in. Like, shut your mouth, don't say anything. You know, we didn't say I love you in our house, but I never, ever doubted our parents' love for us. You know, it was always through actions, and I saw that. We saw that. We saw all that she did without being asked, you know. She did a lot of things without making a production. She didn't like the attention. She always did things quietly, like a lot of when I heard people talk about how she made food for people, and like I didn't know a lot of these things because she didn't make a production. She didn't want the credit. And her actions have taught me through the years that the left hand should know what the right hand is doing. You keep it to yourself. It's between you and that person. I knew she was proud of all the accomplishments because she would save all of our certificates, you know, and I tried to throw it away one day. So God, it's just so much clutter, and then she yelled at me, and then she kept it. You know, when the kids are rowdy, when the grandkids are rowdy, she would always tell them, say, my kids were never like that. Your mom was never like that. So she was really proud of her accomplishments. You know, Alexia was her first grandchild. I wasn't a kid-friendly person. I was just like, oh, okay, baby. You know, I learned everything from my mom, from oil baths to making edible baby food. Like, there's no Gerber with her. You know, I told my mom, you know, when she was giving oil baths, like an Indian thing where they massage the baby, and I was like, oh, you should actually, you know, make that a business. Like when your babies are born, you should go and because that art is getting lost amongst the newer generation. I was like, maybe you should. She was like, oh, you know, my joints hurt, I can't. I was like, oh, I'll help you. You just tell me what to do, I'll help you. She was happy with the birth of every grandchild. She gave them the same love and affection. No one got more. No one got less. What they did get more of was food. My mom raised 3 out of 5 very healthy children. You can probably guess who when you see them. My friends would always say that my mom was their real mom and I was pseudo mom. I think they were secretly jealous because they didn't have childcare. They brought her so much joy. They brought out the love word in our house. You know, when we were kids, we didn't hear the love word, and when people tell me that, I'm just like, oh. When the kids were born, it's like, I love you, and I would tell Joe, I was like, oh, what? This is weird. Who are these people? You know, many people said that my mom was generous, and she was. There were so many pots and pans and sheets and other home goods in our attic, and then we would actually tell my mom, like, what's wrong with you? Like, why do you keep buying things you're not even using? You just leave it in the attic. You know, she was an immigrant. You know, and as all immigrants know, it's tough when you first get here. You know, you don't have a lot of things. So she was like, Monet, you know, you don't know. I buy this for people who come from India or for those who don't have. You don't mind your business.
that's none of your business. Don't go in the attic. You don't need to know about that. We would give her gifts thinking that she would use it for herself. Then we find out that she gave it away. Then we would change our gift tactics and give her something she couldn't give away, but she will still manage to get those away. After a while, we just gave up and we're like, you know what, let her do what she needs to do. Gift card she gave away. She loved her family, no matter what kurtiked her siblings did, or how mad she was at them. She would always go back to them after a week of silent treatments. You know her silent treatments. Her passive-aggressive treatments. She'd always say things that make you mad. She loved her church family as well. She obviously didn't mince words with them either. She's left a void in all of our lives. And my sisters have a huge shoes to fill. I'm not calling anyone because I'm terrible. We just only hope to be half the woman she was. Though I never said when she was alive, I appreciate you, and I love you, and I hope to acquire more of your good qualities in the years to come. Now this time, they will sing a song. Those who are outside, would you please come and view, pay the respect, and go on the other door. And those who are not immediate family, would you please step out for a few minutes until this finish for the viewing. This is a song which Holly and Ivan sang last. When you come to view, please don't stay around. Please go back in your car. Wait for us to move from here to the burial site so we can get to the car. So please just wait in your car after you do the viewing. Please do respect that because there's a limit of people that could be in this room and in this facility. We need to respect that. So please view as they sing a song and go back to your cars and wait in your cars. Thank you.
this time, Kamalakshan, Gonzo, and Joe will come for the reflection. After that, Pastor Sagura will come and give us the word of hope. Hello, everybody. Some of you may know me. I'm Gonzo, or Sonny as she will call me. Just thank you all very much for coming. I think there's not really much that I really can say that I never told her, because I even told her I love you, and she actually said it back. You know, and it's a woman I respected, and it showed why I respected when I hear the stories. And I'm so thankful for it. Being part of her life and being and allowing and just God putting her in my path because she was a spiritual woman, not just because she prayed, but because she showed it. And you know, and she taught us a lot as a family. She loved us. She loved her grandkids, and I never felt like I wasn't part of the family ever. From the minute she seen me, even in the picture that we're looking back there when we got married, you know, she took me in, all my flaws, and then eventually she trimmed me and taught me, and never really yelled at me like a Joe, but you know, she was a great woman, and I thank her for being an awesome wife to Apacha, an awesome mother, an awesome grandmother, an awesome friend, an awesome prayer woman, and you know, how much we love you. We'll make sure your legacy is never forgotten. Okay? We love you. Praise the Lord. Today I'm here in front of all of you because of her. I born and brought up in a Hindu family. I worship idols. She is the first one came to salvation, and because of her, I knew Jesus Christ. As a family, we baptized and worshiping Christ. All these days you heard the testimony of her. I have a lot of things to say. If I started saying, you won't finish this service. So I'm not going to do all that things now. I thank you everybody, whoever came over, whoever supported us, whoever prayed for us. God will bless you. Lord, thank you. Thank you all for coming today. I'm so glad I'm not the one that's going to take the longest here, because you know they all look at me when I speak, and they say I could speak forever. Today is the day I could speak forever. So first, before I say anything, I want to say thank you to my church, to my family, to our family members. You were there from the incident on till this time, and I know you're going to be there for us going forward. All of you guys mean the world to us, and I thank you from the bottom of my heart. I do thank you from the bottom of our family's heart. I thank you all for showing the support and being there for us. Now I have a story to tell. My story was sealed and signed in 2007. I married the oldest daughter of Molly. You know, we had our differences. We immediately found out both of us don't like to be told what to do. And she would tell me, and she would immediately realize I don't like to be told what to do, and I know that she doesn't like to be told what to do. So we managed through it, and we became best friends. She was my best friend. She called me every day. For lunch,
or something. She would call me every day. Even the day of the incident, she called me at 12 to ask me where the kids are and how I'm doing, have I eaten lunch during my break for work. That story, the second chapter of that story, is when I handed my first child, her first grandchild, to her. And when Alexia looked at her face with her bulging eyes, still, you know, with everything that she came out with on her, and she looked at her and the glow on her face, I could still remember. I was trying to go back and see that picture. I can't find that picture. And that's the second chapter of that story. And so many chapters, so many grandkids. And after the death of my grandfather, my son was born, named him after my grandfather. And she was so happy that I did that. And she became his best friend. And on September 1st, he lost his best friend. Don't know how he's going to deal with it in the weeks to come. That was his friend. That was his escape. He went there when we yelled at him. The moment we yelled at him, he's going to feel that. So somebody said, "Oh, please don't yell at him anymore." I said, "Yeah, okay." But the most important chapter of my life with her was the day I told her I'm going to take classes in a Bible college, and I will never forget the glow on her face. I will never forget that smile. She always had that little smirk, but that day she smiled. And what she wanted me to do was to carry on the Lord's work and to carry on that work to my generations. And that's what she wanted to do. And I could say here in 2 Timothy, it says, I fought a good fight and I ran a good race, and she did run a good race. But the chapter doesn't end. My storybook goes on. It's a storybook of the legacy, carrying on the legacy that she has handed to us, that she has handed to me, to my kids, to my siblings, to my nephews and nieces, and whoever is to come to carry on that legacy. And I promise that I will do my part to carry on that legacy, to do the work of the Lord, and that is the legacy that she wants me to carry on. God bless you all. Thank you all for coming, and thank you again. Appreciate it. Praise the Lord. I preached many sermons, but I don't know how to preach this. It is indeed a very hard day, and when children were talking, I was thinking, from where we will start to say something about her. No matter how many days we sit here and talk about her, still it is not complete. She's a wonderful person. When she came to know about the love of Jesus Christ, she lived and experienced that till the end of that day. And I was saying about Kamalakshan, he left everything, even his religion and the faith and everything, and he came for her. And now she said bye-bye to him and went to the presence of God. ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹല്ലേലൂയ മോളിയെ പറ്റി
എത്ര പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ തീരാത്ത പോലെ അനുഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഹല്ലേലൂയ തൻ്റെ ദാസി. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ ഹൃദയത്തിന് വേദന ഹല്ലേലൂയ പകർന്നുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതെങ്കിലും ഒരു കാര്യം ശരിയാണ്, വേദന അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ കഴിഞ്ഞവരാണ്. ഒരു നിമിഷം കൊണ്ട് സകലതും കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരനുഭവത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ സംഭവം അറിയുന്ന നിമിഷം മുതൽ ഈ സമയം വരെയും അതിൻ്റെ ആഘാതം എത്രമാത്രമെന്ന് ചിന്തിപ്പാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. എന്നാൽ എൻ്റെ മുൻപിലുള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 10 മണിക്ക് നിർത്തണം. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വാക്കുകൾ ഹല്ലേലൂയ നീട്ടുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഈ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വെളിച്ചത്തിൽ ഹല്ലേലൂയ നിങ്ങളോട് സംസാരിച്ച് ഇരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 68 വയസ്സും 3 മാസവും ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കലണ്ടറിൽ സെപ്റ്റംബർ 1-ാം തീയതി ഉച്ചയ്ക്ക് 1:15 മണി വരെ ആയിരുന്നു അവളുടെ ഈ ഭൂമിയിലെ ആയുസ് ദൈവം നിശ്ചയിച്ചത്. കേട്ടവരൊക്കെയും ഒരു ആക്സിഡൻ്റ് എന്നും വല്ലാതെ വ്യാകുലപ്പെടുന്ന സമയത്തും ഈ കാലയളവിനുള്ളിൽ അവളെപ്പറ്റി ദൈവം പ്ലാൻ ചെയ്തിരുന്നതെല്ലാം നിറവേറ്റുവാൻ തക്കോണം ദൈവം അവൾക്കിടയാക്കി. She completed all her tasks. Whatever God provided her, she used that time properly and she completed it, and then she left from this world. ദൈവം പ്ലാൻ ചെയ്തിരുന്നതെല്ലാം നിറവേറ്റിയ അതിപ്രധാനമായ കാര്യം യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായി. ഈ കൊറോണയുടെ സമയങ്ങളിൽ വീട്ടിലിരുന്ന് ആരാധിക്കുമ്പോഴൊക്കെയും എല്ലാ ആരാധനകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും അതിൽ നിന്ന് കേട്ട മെസ്സേജുകൾ അനുസരിച്ച് അവരുടെ ജീവിതത്തെ പ്രിപ്പയർ ചെയ്യുവാൻ തക്കോണം ദൈവം സമയം കൊടുത്തു. എല്ലാവരെയും ഞാൻ കേട്ടിടത്തോളം ഈ ചില ദിവസങ്ങൾക്കുള്ളിൽ കഴിയുന്നതും എല്ലാവരെയും പോയി സന്ദർശിക്കുകയും അവരോടൊക്കെ സാധാരണയില്ലാത്തതിനേക്കാൾ കൂടുതൽ സമയം ചെലവിട്ട് ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കൊടുക്കുകയും പറയേണ്ടത് പറയുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. മോളിയെ പറ്റി പറയുവാൻ തുടങ്ങിയാൽ അവസാനമില്ലാത്ത ഒരു ചരിത്രം തന്നെയാണ്. അതിനൊന്നും ഞാൻ തുനിയുന്നില്ല. ഞങ്ങളുടെ സഭയുടെ ജീവനാഡിയായി എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഏത് കാര്യത്തിനും എല്ലാറ്റിനും മുൻപിൽ കാണാവുന്ന ഒരു വ്യക്തി, എല്ലാവരെയും സ്വന്തം പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് സ്നേഹത്തിൻ്റെ പ്രതീകമായി ജീവിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട സഹോദരി. പക്ഷെ വേദന കൂടാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നുള്ളത് ഹല്ലേലൂയ മറ്റൊരു സന്ദർഭമാണ്. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടതെന്തെന്ന് അറിയാവുന്ന ഒരു വ്യക്തി, അവരവരുടെ ആവശ്യമറിഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്യുവാൻ ഏതു നേരത്തും മടി കാണിക്കാത്ത ഹല്ലേലൂയ ഒരു സഹോദരി. അവരുടെ ജീവിതം ദൈവം പ്ലാൻ ചെയ്തതാണ്.
നമ്മൾ വിചാരിക്കും ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. But according to the plan of God, it was not an accident. It is well prepared event by God. ദൈവം നന്നായി പ്രിപ്പയർ ചെയ്ത ഹല്ലേലൂയ സ്തോത്രം ഒരു ഇൻസിഡൻ്റാണ്. അതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്കറിഞ്ഞുകൂടാ. But he planned every character and every person to activate into that incident and to take your life. പ്രിയമുള്ളവരെ, this is what we have to understand about our life also. A believer does not have an accident. God will plan everything in your life. And only the thing we have to be prepared for it. ഐഹിക ജീവിതത്തോടും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ നിരകളിലും ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെ ഹല്ലേലൂയ വേദഭാഗത്ത് ഞാൻ വായിക്കുന്നില്ല, നമുക്കറിയാവുന്ന ഒരു ചരിത്രമായതുകൊണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും ഹല്ലേലൂയ ചരിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. We see this life story of Lazarus and the rich man. That is not a story, അതൊരു കഥയല്ല. That is a living life story Jesus was telling. ഐഹിക ജീവിതത്തോട് മരണാനന്തര ജീവിതത്തോടും ബന്ധപ്പെട്ട അനിഷേധ്യമായ ഒട്ടേറെ സത്യങ്ങൾ നമ്മോട് തുറന്നു സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് അത്. മരണാനന്തര ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ ചുരുളഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് മനസ്സിലാക്കി കിട്ടുന്ന ഹല്ലേലൂയ മനോഹരമായ ഒരു ചിത്രം. ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് എത്ര നിസ്സാരനായിരുന്നാലും ഹല്ലേലൂയ ദൈവം ആ വ്യക്തിയെപ്പറ്റി എത്ര കരുതലോടെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ള ഒന്നാമത്തെ കാര്യം. മരണത്തോടു കൂടെ അദൃശ്യ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു ഹല്ലേലൂയ എന്ന് ആ ചരിത്രം നമ്മെ മനസ്സിലാക്കുന്നതായി. മരണാനന്തരം അതേ മനുഷ്യന്റെ അനുഭവം, പദവി ഹല്ലേലൂയ എന്താണെന്നും ബൈബിൾ ഹല്ലേലൂയ നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്രമാണ്. ഒന്നാമത്, മരണം സാർവലൗകികമാണ്. ഇറ്റ്സ് യൂണിവേഴ്സൽ. 16-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ആ ദരിദ്രനും മരിച്ചു, ധനവാനും മരിച്ചു. See, the death is for the rich man and the Lazarus. Both of them facing the death. മരണം ധനവാനും ദരിദ്രനും ബാധകമാണ്. ഒരുവന്റെ ധനമോ സമ്പത്തോ വിദ്യാഭ്യാസമോ ഔദ്യോഗിക പദവിയോ മരണത്തിൽ നിന്നും വിമുക്തനാകുവാൻ അവനെ യോഗ്യനാക്കി തീർക്കുന്നില്ല. Anybody's richness, money, education or anything cannot make you escape from death. മരണം ധനവാനും ലാസറിനും ഒരുപാട് ഉണ്ടായി. ജനിക്കുന്നത് യാഥാർത്ഥ്യമെങ്കിൽ മരിക്കുന്നതും യാഥാർത്ഥ്യമാണ്. If a child is coming to this world by birth, the same way the death also is a definite thing. Hebrew chapter 9 verse 27 says, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു. എപ്പോഴെന്നോ എങ്ങനെയെന്നോ എവിടെ വെച്ചെന്നോ നമുക്കറിഞ്ഞുകൂടാ. But death is definite for everyone. And as I said before, it is a well-prepared event.
The characters are ordained by God in the proper time. ദൈവം തക്ക സമയത്ത് അതിന് തക്കതായ വ്യക്തികളെ തക്ക സമയത്ത് ഒരുക്കുന്നു. അതിൻ്റെ ഇൻസിഡൻസ് എല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. All those who are listening here, we all are bearing a lot of pain because of this incident. But at the same time, remember, hallelujah, we don't know what we are going to face at the next moment. But when we are facing that moment, are we prepared? നാം ഒരുക്കത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുവാനിടയായിത്തീരട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊന്നും നമ്മെ ഇതിൽ നിന്ന് മാറ്റിയിരുത്തുന്നില്ല. ഹല്ലേലൂയ. മരണം നമ്മെ, ഹല്ലേലൂയ സ്തോത്രം, ഏതു സമയത്തും സന്ധിപ്പാൻ ഹല്ലേലൂയ തയ്യാറായി നിൽക്കുന്നു. The second thing about death is, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമല്ല. Death is not the end of a human life. ലാസറും ധനവാനും മരിച്ചു എങ്കിലും അവിടെ കൊണ്ട് അവരുടെ ജീവിതം അവസാനിച്ചില്ല. അവർ രണ്ടുപേർക്കും മുന്നമേ ദൈവം ഒരുക്കിയിരുന്ന ഹല്ലേലൂയ പ്രകാരത്തിലുള്ള ജീവിത വഴികളാണ് ഹല്ലേലൂയ തുറക്കുവാനിടയായി തീർന്നത്. ലാസർ ദൈവദൂതന്മാരാൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ മടി എന്ന പർദീസയിലേക്ക് ആനയിക്കപ്പെടുന്നു. ലാസർ is being accompanied by the angels of God and taking him to the paradise. ഹല്ലേലൂയ. എന്നാൽ ധനവാൻ പിശാചിന്റെ ദൂതന്മാരാൽ യാതന സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. The rich man is taken to the place of tormented by the angels of Satan. മനുഷ്യ മരണത്തെയാണോ ഭയപ്പെടേണ്ടത്, അതോ മരണാനന്തര ജീവിതത്തെയാണോ? മരണം എല്ലാവർക്കും ഉണ്ടാകും. എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ സമയത്ത് അതുണ്ടാകുക തന്നെ ചെയ്യും. ബട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വൺ. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു കൺസിഡർ ഇൻ യുവർ ലൈഫ്. നാം മരണം കഴിഞ്ഞ് എവിടേക്ക് പോകും? പ്രിയ സഹോദരി, ഹല്ലേലൂയ സ്തോത്രം, നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, ഇത് കഴിഞ്ഞ് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയും 24 മണിക്കൂറും നല്ലത് മാത്രം ചെയ്യുകയും 24 മണിക്കൂറും ഹല്ലേലൂയ വേദപുസ്തകം വായിക്കുകയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം, ഈ സഹോദരിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? The same question we all may have, but at the same time, God has a plan and purpose for everyone. എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ്. ആ പ്ലാൻ അനുസരിച്ച് നാം ആയിത്തീരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതം എവിടേക്ക് പോകുമെന്നുള്ളത് തീരുമാനിക്കുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്താണ്. When we are living on the face of the earth, we have the opportunity to prepare our eternal journey. Thirdly, we can study from there is മരണവും അനന്തര ജീവിതവും ഒരു മനുഷ്യനും ഒന്നിനാലും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. See, after you die, where your spirit, where your soul is going, that you cannot change by any rituals or anything what you are doing after death. But you have to prepare everything before you die. മരണത്തിന് മുൻപേ നാം അതെല്ലാം തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലാസറിനെ അവൻ്റെ പുനരുത്ഥാനം, ലാസറിനെ ഹല്ലേലൂയ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ
ദൈവദൂതന്മാർ തയ്യാറായിരുന്നതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ധനവാനെ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാതന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ മറ്റൊരു സമൂഹം ഹല്ലേലൂയ ഒരുങ്ങിയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, ഹല്ലേലൂയ, who is going to accompany you to where? നമ്മെ ആരാണ് ഹല്ലേലൂയ നമ്മെ അക്കമ്പനി ചെയ്യാൻ പോകുന്നത്, നാം എവിടേക്കാണ് പോകുന്നത് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ, ജീവിച്ചിരിക്കും കാലത്ത് ലഭിച്ച എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തി ഹല്ലേലൂയ സുഖലോലുപമായ ഒരു ജീവിതം നയിച്ച് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ പോയതിൻ്റെ ശേഷം ഒടുവിലായി എന്തെല്ലാം അനന്തര ക്രിയകൾ ചെയ്താലും അതൊന്നും ദൈവം നിശ്ചയിച്ച പദ്ധതിയിൽ നിന്നും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. You have to understand that hallelujah, before our life is gone, we have to prepare ourselves to go to the presence of the eternal place. There are 3 conditions of death. There are 3 types of death. One is ഒന്നാമത്തേത് ആത്മീക മരണം, രണ്ടാമത്തേത് ശാരീരിക മരണം, മൂന്നാമത്തേത് നിത്യമരണം. എൻ്റെ സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ആത്മീക മരണം ദൈവം തന്ന ഹല്ലേലൂയ ആയുസ് ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവകൃപയിൽ മഞ്ഞപ്പെട്ടു പോകുന്നതാണ് ആത്മീക മരണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീക മരണം സംഭവിച്ചവർ ധാരാളമുണ്ട്. ശാരീരിക മരണം നമ്മുടെ സഹോദരി ഹല്ലേലൂയ ഇപ്പോഴായിരിക്കുന്ന കണ്ടീഷനാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യമരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ആത്മീക മരണം പ്രാപിച്ച ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം ശാരീരിക മരണം അതേ കണ്ടീഷനിൽ പ്രാപിക്കുമ്പോൾ നിത്യ ഹല്ലേലൂയ ഭവനത്തിൽ നിന്നും നാം അന്യപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതാണ് ധനവാന് സംഭവിച്ച അവസ്ഥ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് തന്നതായ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഓരോ നിമിഷങ്ങളും ദൈവം നമുക്ക് വിലപ്പെട്ടതായി തന്നിരിക്കുകയാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുന്നതായി തീരുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീരട്ടെ. ദൈവം വചനം അനുശാസിക്കുന്നു, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ അതിനുവേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ കാത്തിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവർ ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് അവർ കർത്താവിനോട് കൂടി എടുക്കപ്പെടും. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയ സഹോദരി ഹല്ലേലൂയ സ്തോത്രം എടുക്കപ്പെടുമെന്ന് നാം പൂർണ്ണമായി ഉറയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കൂടി എടുക്കപ്പെടും. അങ്ങനെ നാം മധ്യാകാശത്തിൽ അവനോടുകൂടി ആയിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ കമൽ ബ്രദർ, ഹല്ലേലൂയ സ്തോത്രം. My beloved children, all the relatives and families, hallelujah, we express our condolence, hallelujah, from New York Pentecostal Assembly, Staten Island, as well as the Ebenezer Gospel Mission, all the members and the hallelujah believers. May the Almighty God bless you. Our prayers are with you. At this time,
Brother Matthew Joseph will come forward and give a vote of thanks, and also he will pray. At the same time, give the condolence from the New York City fasting and prayer. All the pastors from the New York City, they send their convey their condolences to the families and the friends. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ പെട്ടെന്നിരുന്നോളാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, we thank the Lord for His guidance and the blessings over all the grieving families. ദൈവത്തിന് സ്തോത്രം. Also we thank our pastors, Pastor Thomas Abraham, Pastor Abraham Epen, Evangelist Samuel Daniel, and all the visiting pastors. We like to thank the funeral home, for the director and all the staff for helping us so far for this difficult time. Thank you for all the family members and friends and who has provided food for the grieving family since the day one up to now. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അടുത്തുനിന്നും അകലിൽ നിന്നും ഒക്കെ കടന്നു വന്ന പലരുമുണ്ട്. പല ചർച്ചകളിൽ നിന്നും, മർത്തമാ ചർച്ചയിൽ നിന്നും മറ്റേ ചർച്ചകളിൽ നിന്നൊക്കെ ഈ കടന്നു വന്ന് ആശ്വാസവചനങ്ങൾ പറഞ്ഞ എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ മെമ്പേഴ്സിനും, എല്ലാ സഹോദരന്മാർക്കും വന്ദനം അറിയിക്കുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഓൾസോ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മ്യൂസിക് പ്രൊവൈഡ് ചെയ്ത ഷെബനും ഗ്രൂപ്പിനും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്നും നിങ്ങൾ ഗ്രീവിംഗ് ഫാമിലിയെ ഓർത്ത്, പ്രത്യേകിച്ച് കമലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും കണ്ണുകളടക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല ഉച്ചയായ സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് വീണ്ടും കർത്താവേ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവേ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സങ്കടങ്ങൾ നിന്നോട് അറിയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിന്റെ പ്രയാസത്തിലായിരിക്കുന്ന കുടുംബത്തെ വീണ്ടും ഞങ്ങളുടെ സന്നിധിയിലേക്ക് പരമേൽപ്പിക്കുന്നു. കമലങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഞങ്ങളുടെ സന്നിധി ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ പരമേൽപ്പിക്കുന്നു. ദൈവമേ, അവർക്ക് ആവശ്യമായിരിക്കുന്ന ആശ്വാസം ദൈവമേ നീ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവമേ അവർക്ക് നൽകി കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് കർത്താവെ ഞങ്ങൾ ശുശ്രൂഷയൊക്കെയും കഴിഞ്ഞ് മടങ്ങിപ്പോയാലും അന്യോന്യോർത്ത് പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തിന് സ്തോത്രം. ഈ ഭാരവും കർത്താവേ ദൈവത്തിന് സ്തോത്രം അടികളിൽ നിന്ന് തീർത്തു തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാൻ ഇത്രത്തോളം കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം. ശേഷമുള്ള പ്രക്രിയകളെയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഭംഗിയായി ഒരു യാത്രയപ്പ് നൽകി കർത്താവെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുവാനിടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവപ്പത്തിന്റെ നാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവസമാധാനം നമ്മോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തവരോടും ഉണ്ടാകുമാറാകട്ടെ. Now this time the funeral director will come forward and give us the direction that the service is over, and those who are here, would you please outside? ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു.
മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാട്ടവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഇത് ജീവിതയാത്ര, യാത്ര ഇത് ജീവിതയാത്ര. തളർന്നു വീണും മയങ്ങിയുണർന്നും, തളർന്നു വീണും മയങ്ങിയുണർന്നും തുടരുകയാണീ യാത്ര. തനിയേ എൻ യാത്ര, യാത്ര ഇത് ജീവിതയാത്ര, യാത്ര ഇത് ജീവിതയാത്ര. കഥനക്കടൽ ഇരമ്പും വഴി പോകും സുഗാർദ്ര ഹൃദയൻ ഞാൻ. കഥനക്കടൽ ഇരമ്പും വഴി പോകും സുഗാർദ്ര ഹൃദയൻ ഞാൻ. ഈ മൺഗാത്രം വെടിയുമ്പോ, ഈ മൺഗാത്രം വെടിയുമ്പോ നിൻമുഖശോഭ ഞാൻ കാണും. യാത്ര ഇത് ജീവിതയാത്ര, യാത്ര ഇത് ജീവിതയാത്ര.
കരുണതൻ കിരണം തേടി വരുന്നോരേകാന്ത പഥികൻ ഞാൻ. കരുണതൻ കിരണം തേടി വരുന്നോരേകാന്ത പഥികൻ ഞാൻ. ഈ ജൈത്രയാത്ര തീരുമ്പോ, ഈ ജൈത്രയാത്ര തീരുമ്പോ നവപദതാരിലണയും ഞാൻ. യാത്ര ഇത് ജീവിതയാത്ര. യാത്ര ഇത് ജീവിതയാത്ര. തളർന്നു വീണും മയങ്ങിയുണർന്നും, തളർന്നു വീണും മയങ്ങിയുണർന്നും തുടരുകയാണീ യാത്ര തനിയേ. എൻ യാത്ര, യാത്ര ഇത് ജീവിതയാത്ര. യാത്ര ഇത് ജീവിതയാത്ര. നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. മുമ്പേ പോയ വൃതന്മാർ എത്രയോ
കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ആരും കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. എന്തൊരാനന്ദമേ, എന്തൊരാനന്ദമേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന്
പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
വീണും മയങ്ങിയുണർന്നും തളർന്നു വീണും മയങ്ങിയുണർന്നും തുടരുകയാണീ യാത്ര തനിയേ എൻ യാത്ര യാത്ര ഇത് ജീവിതയാത്ര യാത്ര ഇത് ജീവിതയാത്ര കഥനക്കടൽ ഇരമ്പും വഴി പോകും ശോകാർദ്ര ഹൃദയൻ ഞാൻ. കഥനക്കടൽ ഇരമ്പും വഴി പോകും ശോകാർദ്ര ഹൃദയൻ ഞാൻ. ഈ മൺഗാത്രം വെടിയുമ്പോ ഈ മൺഗാത്രം വെടിയുമ്പോ നിൻമുഖശോഭ ഞാൻ കാണും യാത്ര ഇത് ജീവിതയാത്ര യാത്ര ഇത് ജീവിതയാത്ര. കരുണതൻ കിരണം തേടി വരുന്നോരേകാന്ത പഥികൻ ഞാൻ. കരുണതൻ കിരണം തേടി വരുന്നോരേകാന്ത പഥികൻ ഞാൻ. ഈ ജൈത്രയാത്ര തീരുമ്പോ ഈ ജൈത്രയാത്ര തീരുമ്പോ നവപദതാരിലണയും ഞാൻ യാത്ര ഇത് ജീവിതയാത്ര യാത്ര ഇത് ജീവിതയാത്ര. തളർന്നു വീണും മയങ്ങിയുണർന്നും തളർന്നു വീണും മയങ്ങിയുണർന്നും തുടരുകയാണീ യാത്ര മായയിമ്പം വീടുന്നേ ലോകസുഖങ്ങളെല്ലാം മായയിമ്പം വീടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം നായകനാമെൻ്റെ മന്നനെവോ ഞാൻ തിരുനാമത്തിനായി നായകനാമെൻ്റെ മന്ന
ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. നാം ഈ സെമിത്തേറിയിലെ ശുശ്രൂഷ ചെയ്യുവാൻ ഹാലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കതിനായി ഒരുങ്ങുമ്പോൾ ഹാലേലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നീതിസ്വരൂപനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കർത്താവെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ ഒരിക്കൽ മുഖാന്തരത്തിനായി സ്തോത്രം. യാത്രയിലെല്ലാം നീ കൂടെ ഇരുന്നു കർത്താവെ. ഹാലേലൂയ സ്തോത്രം. ഞങ്ങൾ തുടർന്നുള്ള ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കുകയും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സകലതും ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ശുശ്രൂഷകളും നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിനാകയാൽ ഹല്ലേലൂയ തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ചില വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം തുടർന്നുള്ള ശുശ്രൂഷകൾ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ആ ക്രമത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 26 വരെ വായിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന സ്ഥിതിക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവൻ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം എന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഓർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ.
നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവിടെ പുനരുത്ഥാനോവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയന്മാരെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. 1 കൊരിന്ത്യർ 15:50 മുതൽ 58 വരെ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെ വേദഭാഗം. കൂടാരമാവുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതേമേതി ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിയിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുകയാകുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ സൃഷ്ടിയാകുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് തന്മൂലം മരണം ലോകത്തിലേക്ക് കടന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന് ശേഷമുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ പ്രത്യാശാനിർഭരമായ കാര്യങ്ങളാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്.
ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ ക്രിസ്തുവിൻ്റെ കാഹളത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. ഇന്നിവിടെ സംസ്കരിക്കപ്പെടുന്ന മിസസ് മോളിക്കുട്ടി കമലാക്ഷന് നാം ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതുപോലെയും അതിലെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച ശ്രേഷ്ഠ വനിതയാകയാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന ഉറപ്പേറിയ പ്രത്യാശയോടെയാണല്ലോ അതിലെ ഇവിടെ നാം സംസ്കരിക്കുവാൻ പോകുന്നത്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രത്യാശയാകുന്ന കർത്താവേ, നിന്റെ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങൾ കാത്തുകൊണ്ടു കാഹളം ധ്വനിക്കുമ്പോൾ മൺമറഞ്ഞ വിശുദ്ധന്മാർ അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച് തൻ്റെ ഓഹരി പ്രാപിപ്പാൻ കർത്തൃസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരി മോളിക്കുട്ടി കമലാക്ഷൻ കയറിച്ചെല്ലും എന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ഭൗതിക അവശിഷ്ടം ഞങ്ങളിവിടെ സംസ്കരിച്ച് കൊള്ളുന്നു. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ഞങ്ങളുടെ പ്രിയ സഹോദരി മോളിക്കുട്ടി കമലാക്ഷൻ, നീ അവസാനത്തോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പാസ്റ്റർ എബ്രാഹിമീപ്പൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രത്യാശയായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ ഉരുവാക്കി ഭൂമിയിലാക്കി ഞങ്ങളുടെ മേൽ അങ്ങ് നിവർത്തിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിച്ച് കർത്താവിൽ പ്രിയം വെച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഈ വാത്സല്യ സഹോദരിയുടെ ഭൗതിക ശരീരം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ മണ്ണിൽ ഞങ്ങൾ മറവ് ചെയ്യുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ മണ്ണിൽ മരിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ അവർ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന് അങ്ങ് എതിരേൽപ്പാൻ എടുക്കപ്പെടുമെന്നുള്ള ഭാഗ്യകരമായ വചനത്തിന്റെ വാഗ്ദത്തം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും ഞങ്ങൾ മറവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യകരമായ പ്രത്യാശ ഈ വാത്സല്യ സഹോദരിയുടെ പുനരുദ്ധാന ദിവസത്തിൽ ഞങ്ങൾക്ക് കാണാമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ ഈ കുഴിമാടം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ കർത്താവേ, ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അവിടുത്തെ ആത്മാവ് ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഉറപ്പിച്ച് ദൈവത്തിന്റെ വചനത്താലും അങ്ങയുടെ ആത്മാവിനാലുള്ള ആശ്വാസം കൈക്കൊണ്ട് പ്രത്യാശയോടെ ഇരുപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നിന്റെ ദാസന്മാരെ അവിടുന്ന് അധികാരപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരുടെയും ഹൃദയങ്ങളെ അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. ആശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളെ അയക്കുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സഹോദരിയുടെ ജീവിതത്തിനാണ് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആൾ ഭൂമിയിൽ അവിടെ കൊടുത്ത ആയുസ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സേവിക്കുവാൻ, അങ്ങയെ ശുശ്രൂഷിക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അങ്ങയെ മഹത്വപ്പെടുത്തി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനിടവരുത്തിയ ദൈവത്തിന്റെ വചനത്തിനാണ് അങ്ങയുടെ ആത്മാവിനായിട്ടും അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ടും കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ സുഖിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോട് ഓർത്തപേക്ഷിക്കുന്ന എല്ലാവരോടും ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടുമൊക്കെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. കർത്താവായ
കർത്താവായ യേശുവേ വേഗം വരേണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെയുള്ള ശുശ്രൂഷ കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയും തുടർന്ന് എല്ലാവരും വാഹനങ്ങളിലേക്ക് പോകണം എന്ന് പ്രത്യേകം കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി കരേറ്റുന്നു. ഈ കുടുംബത്തോടും ഈ പ്രിയമുള്ളവരോടും കാണിച്ച എല്ലാ സ്നേഹത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നിങ്ങളോട് നന്ദി കരേറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം 406 ജുവറ്റ് അവനിയിലെ ഹല്ലേലൂയ സ്തോത്രം ഉള്ള ഹല്ലേലൂയ ഭക്ഷണങ്ങളിൽ സംഘടിച്ചതിന് ശേഷമേ പോകാവൂ എന്ന് അറിയിച്ചുകൊള്ളുന്നു. ദയവായി ഇതിന് ശേഷം നിങ്ങളുടെ വാഹനങ്ങൾ ഇരുന്നെങ്കിൽ മാത്രമേ അവരിത് ഹല്ലേലൂയ സ്തോത്രം കാസ്കറ്റ് താഴേക്ക് അയക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രത്യാശയോടെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് കടന്നു പോകാം. 406 ജുവറ്റ് അവനിയിൽ ദയവായി കടന്നു വന്ന് ആ കുടുംബവുമായി ഹല്ലേലൂയ സ്തോത്രം സ്നേഹം പങ്കിടണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ. നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടെരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ആയിരങ്ങൾ വീണു താഴുന്നു, മർത്യമാനസങ്ങൾ വെന്തു നീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ
ശബ്ദം വാനിൽ മുഴങ്ങും പൊന്മണവാളൻ തൻവരവിൽ കാത്തിരുന്നെങ്ങൾ കാലങ്ങളെല്ലാം നിദ്രയിലായി പോയി ശുദ്ധർ കള്ളൻ പോൽ നീ നിൻ നിക്ഷേപത്തിൻ വാനിൽ വരും പോ ശുദ്ധരല്ല ദിക്കുകളിൽ നിന്നെത്തും ക്ഷണത്തിൽ മധ്യവാനിൽ നിൻ സന്നിധിയിൽ ഉത്തിതരാ